ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മുറ്റത്തുള്ള മാവിലയുടെ ഒരു ഔഷധ ഗുണം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മെയിനായ വീഡിയോ. നമ്മുടെ മാവിൻ്റെ തളിരിയിലുണ്ടല്ലോ, അത് നമുക്കൊന്ന് കല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ടോ അതല്ലെങ്കിൽ പല്ലിൽ വെച്ചിട്ടൊന്ന് കടിച്ചിട്ട് നമ്മുടെ പല്ലുമലൊക്കെ നന്നായി ഒന്ന് ഉരച്ച് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് വരുന്ന ഒരുവിധം കേടുകൾക്കൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നന്നായി പല്ല് ക്ലീൻ ആവും. നമ്മൾ കോൾഗേറ്റും ഉമ്മിക്കരിയൊക്കെ വെച്ചിട്ട് തേക്കണ പോലെ തന്നെ കാര്യം നന്നായി പല്ലിന് ബലം ആരോഗ്യമൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടെയാണ്, ഇപ്പോഴെന്നല്ല ചെറുപ്പം മുതൽക്കേ ചെയ്ത് ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ തളിരില അത് നമ്മൾ ചവച്ചിട്ട്, അതായത് തളിരില എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള ഇല ഉണ്ടല്ലോ, അത് മുതൽക്ക് ഒരു പച്ച കളറിലേക്ക് വരുന്ന ഒരു കളർ വരെയുള്ള ഇലകളൊക്കെ നമുക്ക് ചവച്ച് അതിന് നീര് കഴിക്കുക. അതല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കട്ടൻ ചായ കൂട്ടിയിട്ടൊക്കെ കഴിച്ചാൽ തൊണ്ടവേദനക്കൊക്കെ നന്നായി ഭേദം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ലിനിക്ക് ഷാമ്പൂ നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്നതാണ്. നന്നായി ക്ലീനാവും, മുടി നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഇത് നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ 2 ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അകത്ത് നല്ല സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ തുടച്ചെടുക്കുന്ന ആ വെള്ളത്തിൽ നമുക്ക് നന്നായി ക്ലീനായിട്ട് കിട്ടും, ചളിയൊക്കെ നന്നായി പോരും. ഇനി മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക്, അത് ഞാൻ കഴുകിയിട്ടാണ് ഉപയോഗിക്കാറ്. അത് നന്നായി കഴുകിയിട്ട് ഒരാഴ്ച വരെ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നന്നായി മുരിഞ്ഞ് കിട്ടും. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഡപ്പയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം മിളക് കേടുകൂടാതെ സൂക്ഷിക്കാം. നമ്മൾ ഉപ്പേരിക്കും താളിക്കാനൊക്കെ എടുക്കുന്ന മിളക് അത്രയും കാലം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. അതേപോലെ തന്നെ പൊടിപ്പിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ പൊടി ഒരു വർഷത്തിൻ്റെ മുകളിൽ കേടുവരാതിരിക്കും, എത്ര കാലം വേണമെങ്കിലും. മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കോഴിമുട്ട, പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് വേവിക്കാൻ വെക്കാം. മുകളിൽ അതിൻ്റെ സ്റ്റീമിൻ്റെ തട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പഴം പുഴുങ്ങിയെടുക്കുക, ഉപ്പേരിക്ക് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ, ചിരയിലൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ ആവി കയറ്റാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ശേഷം നമുക്ക് എടുത്തിട്ട് ഒന്ന് കടുക് താളിച്ചാൽ മതി. പിന്നെ റാഗിയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്. സാധാരണയായി നമ്മളിത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് റാഗി ഒരു നേരം വെള്ളത്തിലിട്ട് വെച്ച് ഒരു 3-4 മണിക്കൂർ സമയം കഴിഞ്ഞാൽ നന്നായി കഴുകിയെടുത്തിട്ട് അതിനൊന്ന് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതിനൊന്ന് സാധാരണ പൊടി കുറുക്കുന്ന പോലെ ഒരല്പം ശർക്കരയിൽ കുറുക്കിയിട്ട് അങ്ങനെ കഴിക്കുക. അതല്ലെങ്കിൽ ചെറുപയർ, അതല്ലെങ്കിൽ വൻപയർ, ഇതൊന്ന് ഒരല്പം ഉപ്പിട്ട് വേവിച്ച ശേഷം നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ രാഗി മിക്സ് ലേശം ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കുറുക്കി എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായി ക്ഷീണം കുറയാനും അതുപോലെ തന്നെ വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനും. ഇനി നമുക്ക് തൂക്കക്കുറവുള്ള കുട്ടികളൊക്കെയാണ്, നമുക്ക് പ്രഗ്നൻസി ടൈമിലുള്ള ആൾക്കാർക്ക് തൂക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഇത് വളരെ നല്ലൊരു ഇതാണ് കേട്ടോ, ടിപ്സാണ്. അതുപോലെ തന്നെ രാവിലെയോ വൈകിട്ടൊക്കെ നമുക്ക് ഒരു നേരത്തെ ഫുഡിന് ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിലും അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുറുക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് ഈ പയർ ഒഴിവാക്കിയിട്ട് വെറും റാഗി നമുക്ക് കൽക്കണ്ടം ചേർത്തിട്ട് കുറുക്കിയിട്ട് കൊടുക്കാനും പറ്റും. ഇനി അടുത്തതാണ് നമുക്കൊന്ന് വെയിറ്റ് വെക്കാൻ നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ ചുവന്ന കടല ഉണ്ടല്ലോ, പുട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്, അതും രണ്ടും കൂടെ മിക്സാക്കിയിട്ട് വേവിച്ച് കഴിക്കാം.